നന്ദി ധനേഷ് ഡോക്ടറെ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നമ്മുടെ പക്ഷെ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ നമ്മൾ പറയും പഴയ പഴയ പാലും പുളിക്കുന്ന റൗണ്ട് ആയിരിക്കാം. ഇത്ര ഉജ്ജ്വലമായ പ്രസന്റേഷൻ ഒക്കെ നടക്കുമ്പോൾ പലർക്കും കാണാൻ പറ്റുന്നില്ല. എന്തായാലും IFPHന്റെ 1420 ദിവസത്തെ മലയാള സെഷനിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. കേൾക്കാമോ? കേൾക്കാം. നന്ദി. ഷെയർ ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഓക്കെ. ഒന്ന് വെയിറ്റ് ചെയ്ത് ഡോക്ടറെ. ബിന്ദു ഡോക്ടറെ, മനോജ് ഡോക്ടർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് തുടങ്ങാം. അല്ല, ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കാൻ. ഷെയർ ചെയ്യാം. കോ-ഹോസ്റ്റ് ആയി കഴിയുമ്പോൾ ഷെയർ ചെയ്യാൻ പറ്റും. പ്ലീസ് വെയിറ്റ്. ഡോക്ടർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ ഇന്നത്തെ അതിഥി വളരെ സുപരിചിതയായ വ്യക്തിയാണ് ഡോക്ടർ ബിന്ദു BR. നേമത്തെ ശ്രീ വിദ്യാധര ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗൻ ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു പോസ്റ്റ് ഡോക്ടർ ഡെസിഗ്നേഷൻ ലെക്ചറാണ്. അപ്പൊ ഈ സ്ഥാനത്തിനല്ല കാരണം പ്രവർത്തിക്കാനാണ് പ്രാധാന്യം എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ട് നടക്കുന്നു ചിലർന്ന് പൂന്താനം പറയും. നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല. അതിനപ്പുറത്ത് അതുക്ക് മേലെയാണ് ഡോക്ടർ ബിന്ദുവിന്റെ സ്ഥാനം. അതുപോലെ തന്നെ അവിടുത്തെ ന്യൂറോ ഡെവലപ്മെന്റ് സെന്ററിന്റെ മേധാവി കൂടെയാണ്. സ്വന്തമായ ഒരു പാത വെട്ടിത്തെളിക്കുന്നവർ വളരെ കുറവാണ്. ചിലർ ചരിത്രം സൃഷ്ടിച്ചു എന്ന് പറയാം. അങ്ങനെ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ബിന്ദു BR. അപ്പോ ന്യൂറോ ഡെവലപ്മെന്റ് സെന്റർ, ഓട്ടിസം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഓട്ടിസം ഡെവലപ്മെന്റ് അകത്ത് തന്നെ ഈ ഒരു എക്സ്ട്രാ ഒരു സംഭവം കൂടി ആഡ് ചെയ്യാൻ കഴിയുമ്പോൾ അതിന്റെ മെറിറ്റ് മാറുകയാണ്. സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി. ഡോക്ടർ വളരെ എഫർട്ട് എടുത്ത് തന്നെയാണ് ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അടുത്ത തലമുറയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മുതിർന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഒരു 10, 25, 30 വർഷം ഈ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ ഹോമിയോപ്പതി ഇന്നത്തെ അവസ്ഥയാകില്ലായിരുന്നു. ഡോക്ടർ KN പൈ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1960s 70s സമയത്ത് മെഡിക്കൽ കോളേജ് പ്രൊഫസർമാര് അവരന്ന് ഫിലിമാണ് പെട്ടിയും തൂക്കി കേരളം മൊത്തം യാത്ര ചെയ്ത് നാട്ടുമ്പുറങ്ങളിൽ എല്ലായിടത്തും പോയി ആ അലോപ്പതി സിസ്റ്റത്തെ കുറിച്ചും അതിന്റെ ചികിത്സയെ കുറിച്ചും ഒക്കെ വെട്ടി തുറന്ന് പറഞ്ഞ് ആൾക്കാരെ മൊത്തം അതിലേക്ക് ക്യാൻവാസ് ചെയ്തു. നമ്മൾ മിണ്ടാതിരുന്നു. അപ്പൊ എന്തു പറ്റി? ഇപ്പോ അടിയനും ചോദി തമ്പ്രാനും ചോദി എന്ന അവസ്ഥയിലിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി അത് മാറ്റണം. അപ്പൊ ഇവരെ പോലുള്ള ഉജ്ജ്വല വ്യക്തിത്വങ്ങൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നു. അവരെ സപ്പോർട്ട് ചെയ്യുക. ആ കോളേജിന് സാമ്പത്തികമായും വളരെയധികം പ്രതിബന്ധങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതിനെ തരണം ചെയ്യാനും ഇപ്പൊ ഞങ്ങളൊക്കെ പഴയ അലൂമിനി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. അതുപോലെ IFPH സഹായിക്കണം അപേക്ഷിക്കുന്നു. ഈ സെഷനിൽ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ബിന്ദുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ നോക്കട്ടെ. നോക്കിയോളൂ. കാണാമോ? റെഡി. ഓക്കെ. തുടങ്ങട്ടെ? ഓക്കെ, തീർച്ചയായും. സോ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി. ഫസ്റ്റ് നമ്മൾ ഈ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ അതെന്താണ് എന്നുള്ള ഒരു ഇൻട്രഡക്ഷനോട് കൂടി തുടങ്ങാം. ഇറ്റ്സ് എ പ്രോസസ്. ബ്രെയിന് ഓർഗനൈസ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്യും, ഓർഗനൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും സെൻസറി ഇൻഫർമേഷൻ ഫ്രം ദി എൻവയോൺമെന്റ്. ദ പ്രോസസ് ബൈ വിച്ച് ബ്രെയിൻ ഓർഗനൈസസ് ആൻഡ് ഇന്റർപ്രറ്റ്സ് ദ സെൻസറി ഇൻഫർമേഷൻ ഫ്രം ദ എൻവയോൺമെന്റ്. കാര്യം നമ്മളൊരു സാധനം തൊടുമ്പോൾ അത് സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ, നമുക്ക് നോർമൽ ആയിട്ടുള്ളവർക്ക് നമുക്കത് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. നമുക്ക് അത് വേർതിരിച്ചറിയാൻ പറ്റും. ചില സാധനങ്ങളോട് നമുക്ക് ഇപ്പം OCD ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് സ്റ്റിക്കി ആയിട്ടുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുപോലെ ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് തന്നെ പല സാധനങ്ങളോടും ഈ നമുക്ക് 5 സെൻസസിലും ഒരു സെൻസിൽ ഹൈപ്പോ ആയിരിക്കുമെങ്കിൽ മറ്റൊരു സെൻസിൽ ഹൈപ്പർ ആയിരിക്കും. അപ്പൊ ഇത് ബ്രെയിനിന്റെ ഇഷ്യൂ കാരണമാണ് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുവിധം നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ആ ഒരു ബ്രെയിനെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെൻസറി ഇന്റഗ്രേഷൻ.
ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചാൽ ഡെയിലി ഫങ്ഷനിങ്ങിനും ലേണിങ്ങിനും ബിഹേവിയർ റെഗുലേഷനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. ഗോൾസ് ഓഫ് സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി, എന്താണ് അതിന്റെ ഗോള്? ശരിക്കും ടു ഇംപ്രൂവ് ദ സെൻസറി പ്രോസസ്സിംഗ് എബിലിറ്റീസ്. ഈ ഒരു സെൻസറി പ്രോസസ്സിംഗ് എബിലിറ്റിയെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ചില കുട്ടികൾക്ക് ഇവര് ആരെങ്കിലും ഒന്ന് തൊട്ടാല്, പ്രത്യേകിച്ച് ഓട്ടിസം ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യും. അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേട്ടാൽ ചില കുട്ടികൾ ചെവിയില് കൈവച്ചിട്ട്, ഇപ്പൊ കുക്കറിന്റെ സൗണ്ട് കേട്ടാല് ചെവിയിൽ കൈവച്ചിട്ട് നിലവിളിക്കും. അതിപ്പോ ഓട്ടിസം ആവണമെന്നില്ല, ഏത് രീതിയിൽ ഒരു സെൻസറി ഇഷ്യൂ ഉള്ള കുട്ടികൾക്കും അത് പ്രശ്നമായിരിക്കും. ഏതെങ്കിലും ഒരു സെൻസിലായിരിക്കാം, ചിലപ്പോൾ എല്ലാ സെൻസസും ആയിരിക്കാം, ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കാം. അപ്പൊ അതിനെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി. ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എൻഹാൻസ് ദ സെൻസറി മോഡുലേഷൻ, ഇന്റഗ്രേഷൻ ആൻഡ് മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഹൂ ഇസ് ദ ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ഹൂ ബെനിഫിറ്റ്സ് ഫ്രം സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി? ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് വിത്ത് സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ്, അതുപോലെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്, ADHD, അതർ ഡെവലപ്മെന്റൽ ചലഞ്ചസ് ഉള്ള കുട്ടികൾക്ക് സെൻസറി സീക്കിംഗ് അല്ലെങ്കിൽ അവോയ്ഡിങ് ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ഇപ്പം സൗണ്ടിനോട് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ചെറിയ സൗണ്ട് കേട്ടാലും അവർ ചെവി അടയ്ക്കാൻ തോന്നും, അവർക്ക് ഭയങ്കര ഷീക്കിംഗ് ആയിട്ട് തോന്നും. നമുക്കിപ്പോ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, ടെറന്റിലേക്ക് വാളിൽ അത് ഫ്ലോറിൽ നടക്കുന്നത് പോലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സെൻസറി ഇഷ്യൂസ്. അപ്പൊ നമുക്ക് മെഡിസിനൽ ഹെൽപ്പ് ഒരു സൈഡിൽ മെഡിസിൻ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാം, മറ്റേ സൈഡിൽ നമ്മൾ ഇതുപോലുള്ള സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി ഒക്കെ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ പെട്ടെന്ന് ഒരു 6 മാസം എടുക്കുന്ന ചേഞ്ച് നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 മാസത്തിന് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ കോർഡിനേഷന് ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം സെൻസറി ഇന്റഗ്രേഷന്റെ പാർട്ടാണ്. പിന്നെ സോഷ്യൽ ഇന്ററാക്ഷന് ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം സോഷ്യൽ ഇന്ററാക്ഷന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരാൾ ഷേക്ക് ഹാൻഡ് കൊടുത്ത് അവർക്ക് ചിലപ്പോൾ കയ്യിൽ തൊടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതെല്ലാം ആ ടച്ചിന്റെ ഒരു ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ടായിരിക്കാം. പിന്നെ എന്താണ് ഈ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പിയിൽ സാധാരണ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്? സ്വിങ്ങിങ്, ഒരു മൂവ്മെന്റ് ഇഷ്യൂ ഉള്ള കുട്ടികൾ ആണെങ്കിൽ, കുട്ടികളെന്നല്ല അഡൾട്ട് ആണെങ്കിൽ, സാധാരണ ഞാൻ കുട്ടികളെന്ന് പറയുന്നത് ഇത് കൂടുതലും ഈ ഓട്ടിസം അല്ലെങ്കിൽ ഈ ന്യൂറോ ഡെവലപ്മെന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും അതിനകത്ത് കുട്ടികളെന്ന് ജനറലി പറഞ്ഞാൽ ഒരു 3 വയസ്സ് തൊട്ട് 23 വയസ്സ് വരെ ഉള്ളവരൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ എന്നാലും ജനറലി പറയുമ്പോൾ ഇവർക്ക് ചിലപ്പം ഊഞ്ഞാലിലിരിക്കാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ പേടിയായിരിക്കും, ക്ലൈംബ് ചെയ്യാൻ മുകളിലോട്ട് സ്റ്റെപ്പ് കയറാൻ അതുപോലെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ബ്രഷിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്, ബ്രഷിങ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ പല്ല് തേക്കുന്നതല്ല, പല്ല് തേക്കാൻ തന്നെ ചിലപ്പോൾ സെൻസറി ഇഷ്യൂ കാരണം പല്ല് തേക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ അത് ഇന്റർഫിയർ ചെയ്യും. അതുപോലെ തന്നെ തൊടാനായിട്ട് ഇപ്പം നിലത്ത് ചവിട്ടത്തില്ല, ചെരുപ്പിടാതെ നിലത്ത് ചവിട്ടത്തില്ല, അല്ലെങ്കിൽ മണ്ണിൽ ചവിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, വെള്ളത്തിൽ ചവിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം അഡ്രസ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ നമുക്ക് ഈ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി കൊണ്ട് പറ്റും. ഒരു പരിധി വരെ എന്നല്ല, ഒരുവിധം നന്നായിട്ട് തന്നെ പറ്റും. അതുപോലെ ഡീപ്പ് പ്രഷർ ആക്ടിവിറ്റീസ്, ഇങ്ങനെ പിന്നെ ബാലൻസിങ് എക്സസൈസസ്, അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമുക്ക് ഇതിന് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് സെൻസറി ഇൻപുട്ട് ടു റെഗുലേറ്റ് റെസ്പോൺസസ് ആൻഡ് ഇംപ്രൂവ് സെൻസറി പ്രോസസ്സിംഗ്. ഇനി അതെങ്ങനെയാണ് പ്രോസസ്സ്, അതെങ്ങനെ സെൻസറി ഇന്റഗ്രേഷൻ പ്രോസസ്സ് ചെയ്യണേന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ഇവാലുവേഷൻ നടത്തും. ഇവാലുവേഷൻ നടത്തിയിട്ട് ഇപ്പം എല്ലാത്തിനും എക്സാമ്പിൾ ഞാൻ ഓട്ടിസം എടുക്കുകയാണ്, കാര്യം കുറച്ചും കൂടി എനിക്ക് പരിചയം ആ മേഖലയിലായതുകൊണ്ടാണ്. കാര്യം ഓട്ടിസം കുട്ടികൾ, ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒരാൾക്ക് തന്നെ വിഷ്വൽ സീക്കിംഗ് ഉണ്ടാവും. വിഷ്വൽ സീക്കിംഗ് എന്ന് പറഞ്ഞാൽ അവർ നല്ല കളറുള്ള സാധനങ്ങളുടെ അടുത്ത് പോയി ഇങ്ങനെ ചേർന്ന് നിന്ന് അതിനെ ഇങ്ങനെ മാറ്റി നോക്കുകയും, അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് കൈ ഫ്ലാപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും കാണുമ്പോൾ. അതേ ആള് തന്നെ ചിലപ്പോൾ സൗണ്ടിന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ഇത്തിരി സൗണ്ട് കേൾക്കുമ്പോഴേ ചെവി പൊത്തിപ്പിടിക്കും. അപ്പം പക്ഷെ ടച്ചിന് ചിലപ്പോൾ ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ ആയിരിക്കും. എന്നാ ഈ 2-3 എണ്ണം ഒരുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ളതോ, ചിലപ്പോൾ ഒരെണ്ണത്തിന് മാത്രം സെൻസിറ്റീവ് ആയിട്ട്, അങ്ങനെ പല രീതിയിലായിരിക്കും ഇത് വരുന്നത്.
അപ്പൊ ഇത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവാലുവേഷൻ ചെയ്യാണ്. ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പില് നമ്മൾ ഇതിന്റെ ഓരോരുത്തർക്കും പറ്റിയ ഒരു ടൈലറിങ് ഓഫ് തെറാപ്പി എന്ന് പറയും. അതായത് കേസിനനുസരിച്ച് നമ്മൾ ഉടുപ്പ് തയ്ക്കൂല, ആൾക്കാർക്ക് അളവിനനുസരിച്ച് ഉടുപ്പ് തയ്ക്കുന്നത് പോലെ ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ ഓരോ കേസിനും ഏത് ഏരിയയിലാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് അവർക്ക് സപ്പോർട്ട് വേണ്ടത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ സെറ്റിങ്സ് റെഡിയാക്കും. അവർക്ക് വേണ്ട തെറാപ്പി ഇപ്പൊ കൂടുതൽ വിഷ്വൽ ഏരിയയിൽ കൂടുതൽ സപ്പോർട്ട് വേണ്ടവരെ നമ്മൾ വിഷ്വൽ വിഷ്വൽ ഇന്റഗ്രേഷൻ ആയിരിക്കും കൂടുതൽ കൊടുക്കുന്നത്. ടച്ചിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് ടച്ചിനായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ എല്ലാത്തിനും ഈക്വൽ എന്ന് പറഞ്ഞാൽ അത് കയറി ഇറങ്ങിയിരിക്കും. ഏത് ഏരിയ ആണ് അവർക്ക് വേണ്ടതെന്നനുസരിച്ച് അവർക്ക് അനുസരിച്ചുള്ള ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ റെഡിയാക്കും. ശരിക്കും ഓട്ടിസം ആയാലും ഏത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ആണെങ്കിലും അതിനൊരു ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ നമ്മളെപ്പോഴും റെഡിയാക്കും. IEP എന്ന് പറയും, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. അവർക്ക് പഠിക്കാനുള്ളതാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ സെൻസറി ഇൻപുട്സിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനകത്തും ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹോമിയോപ്പതിയിൽ നമുക്ക് നല്ല റിസൾട്ട്സ് ഈ ഏരിയയിൽ കൊടുക്കാൻ പറ്റുന്നത്. ഇനി എവിഡൻസ് എഫക്റ്റീവ്നെസ് എങ്ങനെ അറിയുന്ന വെച്ചാൽ ഒരുപാട് റിസർച്ച് സ്റ്റഡീസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിന് റിസൾട്ട്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ടെസ്റ്റിമോണിയൽസ് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കിപ്പോ ഇന്ന് ഉച്ചയ്ക്കാണ് മനോജ് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനൊരു സെഷനെ പറ്റി. അതുകൊണ്ട് തന്നെ ടെസ്റ്റിമോണിയൽസ് ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഇത് ആദ്യമായിട്ട് ശരിക്കും കൊണ്ടുവന്നത് അന്ന ജെയിൻ ഐറിസ് എന്ന് പറഞ്ഞ ഒരു ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ്. അമേരിക്കയിലുള്ള ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ സെൻസറി ഇന്റഗ്രേഷൻ ഒരു സാധനം കൊണ്ടുവന്നത്. ഇനി ഒരു അവസരത്തില് ടെസ്റ്റിമോണിയൽസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കേസ് സ്റ്റഡീസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഇപ്പൊ ജനറലി ഇത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് സെൻസറി ഇന്റഗ്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് അതിന്റെ ഗുണം, അതുകൊണ്ട് നമുക്ക് എത്രയൊക്കെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ വീട്ടില് ആണെങ്കിലും നമുക്ക് പാരന്റ്സ് ആയിട്ടാണെങ്കിലും കെയർ ഗീവേഴ്സിനാണെങ്കിലും ഇതിങ്ങനെ അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സെൻസറി ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇന്റഗ്രേഷൻ ഇതെങ്ങനെ നമുക്ക് ഇന്റഗ്രേഷൻ ഇൻ ടു ഡെയിലി ലൈഫിൽ ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാല് ഈ തെറാപ്പി ടെക്നിക്സ് ഡെയിലി റൊട്ടീൻസുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യണം. അപ്പൊ പതുക്കെ അതായത് ഇവരുടെ കളികളിലൂടെ ആണെങ്കിലും ഇവർ പോകുന്ന വഴികള് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണെങ്കിലും അങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഒരു റൂം സെറ്റ് ചെയ്യാൻ പറ്റും ഇവരുടെ ആവശ്യത്തിനനുസരിച്ച്. അങ്ങനെ കുറെ കാര്യങ്ങള് കെയർ ടേക്കേഴ്സിന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫാമിലീസിന് കൊടുത്തു കഴിഞ്ഞാല് ഈ കുട്ടികളുടെ നമ്മൾ ഒരു തെറാപ്പി സെന്ററിൽ വന്ന് ചെയ്യുന്നത് പോലെ തന്നെ വീട്ടിൽ പോയി സപ്പോർട്ടീവ് തെറാപ്പീസ് കൊടുക്കുമ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഒരുപാട് കൂടി വരുന്ന ഈ സാഹചര്യത്തിലാണ്. പ്രൊഫഷണൽ ഗൈഡൻസ് എന്ന് പറയുന്നത് യൂഷ്വലി ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് അവരാണ് കൂടുതലായിട്ട് ഈ ഒരു സെൻസറി ഇന്റഗ്രേഷനും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളുടെ റോളൊന്നും പറയാനില്ല. ഇതിനകത്ത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആയിട്ടാണ്, ഒരു കോംപ്രിഹെൻസീവ് കെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുടെ സെന്ററിലാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ഓക്കുപേഷൻ തെറാപ്പിസ്റ്റ് ഇല്ല. ശരിക്കും ഫണ്ടിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അപ്പോയിന്റ് ചെയ്യാത്തത്. പകരം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഉണ്ട്, ഒരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ്. ഗ്രീഷ്മയും ഞാനും കൂടിയാണ് ഇപ്പൊ ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്നത്. അത് ഞങ്ങള് ഓരോ കുട്ടിയുടെയും എന്താണ് ഏത് ഏരിയയിലാണ് വേണ്ടതെന്നനുസരിച്ച് സെറ്റ് ചെയ്യും. ഗ്രീഷ്മ അതുപോലെ വർക്ക് ചെയ്യും, ഞാൻ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ശരിക്കും കോംപ്രിഹെൻസീവ് കെയർ ആയിട്ടാണ് നമ്മളിതിനെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. കോംപ്രിഹെൻസീവ് അപ്രോച്ചാണ്. ഇനി VNDC മോഡൽ ഓഫ് സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി. VNDC എന്ന് പറയുന്നത് വിദ്യാധിരാജ ന്യൂറോ ഡെവലപ്മെന്റൽ സെന്റർ. നമ്മള് എന്താ ഭാഗ്യവശാൽ അല്ലെങ്കിൽ ഈശ്വര നിശ്ചയം പോലെ ഇത് ഒരു വിചാരിച്ചതിന് അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു സെൻസറി ഇന്റഗ്രേഷൻ കൊണ്ടുവരാൻ പറ്റി. പറയാൻ കാരണം ശരിക്കും നമ്മൾ നിപ്മറിലാണെങ്കിൽ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിപ്മർ വിസിറ്റ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഒരുപാട് സൗണ്ട് ഇന്റഗ്രേഷൻ, അതായത്
സൗണ്ടിന് സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളെ ഇവരൊരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിപ്മർ എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ ആൻഡ് മെന്റൽ റീഹാബിലിറ്റേഷൻ ഇരിഞ്ഞാലക്കുട വർക്ക് ചെയ്യുന്നതാണ്. അവിടെ എന്ന് പറഞ്ഞാല് ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് സൗണ്ട്സ് ഉണ്ടാക്കുന്ന മെറ്റൽ സ്റ്റീലിലുള്ള ട്യൂബ്സ് വെച്ചിട്ട് ഒരു പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈലോഫോൺ ഒക്കെ പോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന. അപ്പൊ സൗണ്ടിനോട് അവരുടെ ആ ഒരു സെൻസറി ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഓഡിറ്ററി സെൻസറി ഇന്റഗ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് വിസിറ്റ് ചെയ്ത ഒരു ഐഡിയയിൽ നിന്നും ആണ് ഞാൻ ഇങ്ങനെ ഒരു പാർക്ക് ഡെവലപ്പ് ചെയ്തത്. അതിന് എന്നെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളും എൻ്റെ സ്റ്റുഡൻസും ആണ്. അത് വിദ്യാരാജയുടെ ഒരു കൂട്ടമായ, അതുപോലെ തന്നെ കുറച്ച് കോൺട്രിബ്യൂഷൻസ്, നല്ലവരായ കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, അവരുടെ കോൺട്രിബ്യൂഷനും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാർക്ക് ഡെവലപ്പ് ചെയ്തത്. അതിനകത്ത് എൻ്റെ കുട്ടികളുടെ റോൾ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാനൊരു ഐഡിയ പറഞ്ഞത് അവര് അത് നല്ല രീതിയിൽ തന്നെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ പാർക്കിന്റെ പേര് പോപ്പിൻസ് എന്നാണ്. അത് ഈ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സൗണ്ട് മോഡുലേഷൻ അല്ലെങ്കിൽ ഓഡിറ്ററി മോഡുലേഷന്. ഇതൊരു സൈലോഫോൺ പോലെയാണ്, ഡിഫറെന്റ് ട്യൂബ്സ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് അടിക്കുമ്പോൾ വരുന്ന സൗണ്ടും. പക്ഷെ ഇപ്പുറത്തുള്ളത് കുറച്ചും കൂടി ഒരു പ്ലാസ്റ്റിക് ട്യൂബ് പോലെ, നമ്മുടെ ഈ പൈപ്പിന്റെ ഒക്കെ ട്യൂബ്സ് പോലെ അത് സെറ്റ് ചെയ്യുക. അപ്പൊ ഡിഫറെന്റ് സൗണ്ട് ആണ്. അത് ടാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് നമുക്കറിയാം, സൈലോഫോണിൽ ഉണ്ടാകുന്ന സൗണ്ട് വേറെയാണ്. ഇത് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് വേരിയസ് ലെവലിലുള്ളതാണ്. ഇതിനകത്ത് ടാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് വേറെയാണ്. അങ്ങനെ പല ഏരിയയിലായിട്ട് കുറച്ച് മണിയുണ്ട്, അതുപോലെ ചെലങ്കയുടെ മണിയുണ്ട്. അപ്പൊ അത് വെച്ചിട്ടൊക്കെ പലയിടത്തായിട്ട് ഇത് ഓഡിറ്ററി സ്റ്റിമുലേഷന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ സൗണ്ടിലും ആ കുട്ടിയെ കൊണ്ട് കളിപ്പിക്കുമ്പോൾ, ഈ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുമ്പോൾ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്സിനോട് അവരെ എക്സ്പോസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതില് ട്യൂൺഡ് ആവുക. അവർക്ക് ഒരു ഹൈപ്പർ മാത്രമല്ല, ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് പോലും, സൗണ്ട് സീക്കിംഗ് ഉള്ളവർക്ക് ശരിക്കും ലൗഡ് സൗണ്ട്സ് ഉള്ളത് കൊണ്ട്, അതുപോലെ തന്നെ അവരെ ഇതും ലോ ഫ്രീക്വൻസി സൗണ്ട്സിനോടും എക്സ്പോസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഓഡിറ്ററി ഏരിയ. അതായത് പലയിടത്തായിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുളയില് ഞങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ട്യൂബിനകത്ത്, PVC ട്യൂബിനകത്ത് കുറച്ച് സീഡ്സും സ്റ്റോൺസ് വെച്ച് ഡിഫറെന്റ് സൗണ്ട് ഉണ്ടാക്കുന്ന ട്യൂബ്സ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഹൈ ആൻഡ് ലോ ഫ്രീക്വൻസി സൗണ്ട്സ് ഉണ്ട്. അതുപോലെ ഇത് വിഷ്വൽ ഏരിയ ആണ്. ഇവിടെ വിഷ്വൽ ഏരിയയിൽ ഈ സൈഡിൽ കാണുന്ന മഞ്ഞ കളറിലുള്ള ട്യൂബ്സ് ആണ്. ഇതിനകത്ത് സാൻഡ്, പല സാധനങ്ങളുള്ള ഡിഫറെന്റ് ഫ്രീക്വൻസി സൗണ്ട്, ലോ ഫ്രീക്വൻസി സൗണ്ട്സ് ആണ് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത്. വിഷ്വൽ ഏരിയയിൽ ശരിക്കും കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പൂക്കളും ഒക്കെ വെച്ചിട്ട് കണ്ണിന് സ്റ്റിമുലേഷൻ കിട്ടാനുള്ളതായിട്ട് പൂക്കൾ വെച്ചിരുന്നതാണ്. അതാണ് വിഷ്വൽ ഏരിയയിൽ ചെയ്യുന്നത്. ഇത് ടേസ്റ്റ് ആണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തുളസിയാണ്. ശരിക്കും ഇങ്ങനെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാല്, ഞങ്ങൾ ഈ പാർക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന നസീം സാറ് വിസിറ്റ് ചെയ്തു. അപ്പൊ നസീം സാറ് അവിടെ അഗ്രികൾച്ചർ കോളേജിലെ ഒരു സെൻസറി ഇന്റഗ്രേഷൻ പാർക്കിനെ പറ്റി പറയുകയും ഞാൻ അവിടെ പോയി നോക്കി. അവിടെ പോയി നോക്കിയപ്പോൾ അവര് പല ടെക്സ്ചറിലുള്ള പ്ലാന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ടച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ എന്റെ മനസ്സിൽ പോയതാണ്, എന്തുകൊണ്ട് പ്ലാന്റ്സിൽ തന്നെ ഡിഫറെന്റ് സെൻസസ്, അതായത് ടേസ്റ്റും ഒക്കെ കൊണ്ടുവന്നൂടെ, സ്മെല്ലും ഒക്കെ കൊണ്ടുവന്നൂടെ. ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ടല്ലോ സ്മെല്ല് ഉണ്ടാക്കണേന്ന് ആലോചിച്ചു. അപ്പൊ ഞങ്ങളുടെ കോളേജിലെ സ്റ്റാഫ് തന്നെയാണ് എന്നെ അതിനെ ഹെൽപ്പ് ചെയ്തത്. ഞങ്ങളുടെ ഫിസിയോളജിയിലെ ലാബ് ടെക്നീഷ്യൻ ബിൻഷ ഒരു നമ്പർ തന്നു, ഒരു സാറിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരുപാട് 2000-ഓളം വെറൈറ്റി തുളസി ഉണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം തന്നെ, കാര്യം എനിക്ക് നിർബന്ധമുള്ളത് ഈ കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും പ്ലാന്റ്സ് വേണം എന്ന് പറഞ്ഞപ്പോൾ സാറ് തന്നെ സജസ്റ്റ് ചെയ്തതാണ്. ഇതെല്ലാം തുളസിയാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പല ടേസ്റ്റ് ഉള്ള മധുര തുളസി, അങ്ങനെ പല ഡിഫറെന്റ് ടേസ്റ്റ് ഉള്ള തുളസീസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ മസാലയുടെ ടേസ്റ്റ് ഉള്ള ചെടിയുണ്ട്. അപ്പം ആ ടേസ്റ്റും ഇതിനകത്തൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ്. ഇത് ഗസ്റ്റേറ്ററി ഏരിയ ആണ്, അല്ലെങ്കിൽ ടേസ്റ്റിന്റെ ഏരിയ ആണ്.
ഇത് ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ നമ്മളൊരു സ്ലൈഡ് പോലെ ചെയ്തിരിക്കുക. അകത്തിരുന്ന് ഈ കുട്ടികളെ നമ്മൾ ഡിഫറെന്റ് ഗെയിംസും ആക്ടിവിറ്റീസും ഇൻവോൾവ് ചെയ്യിച്ചിട്ട് സ്ലൈഡിലൂടെ ഇറങ്ങി വരാനായിട്ട് കാര്യം ഒരു പ്ലേ ഗ്രൗണ്ട് ഫീല് കൊണ്ടുവന്ന് അതിന്റെ കൂടെ കളിയിലൂടെ സെൻസറി ഇന്റഗ്രേഷൻ കൊണ്ടുവരാനാണ് ഞങ്ങളിങ്ങനെ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ടച്ചിന്റെ ഏരിയ ആണ്. ടച്ചിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ക്രോട്ടൺ പ്ലാന്റ്സിൽ പല വെറൈറ്റി ഉണ്ട്, ഓരോന്നിനും ഓരോ ടെക്സ്ചർ ആണ്. അതുപോലെ പനിക്കൂർക്കയുടെ ടെക്സ്ചർ അല്ല നമ്മൾ ക്രോട്ടൺ പ്ലാന്റ്സിന്റെ വെറൈറ്റി തൊടുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ അതില് പിന്നെ ചങ്ങലം വരണ്ട അതുപോലുള്ള കുറച്ച് ചെടികളും കൂടി ഉണ്ട്. അത് ഡിഫറെന്റ് ഫീല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്കിന്നിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട്. ഇത് സ്മെല്ലിന്റെ ഏരിയ ആണ്. ഇവിടെ പലതരത്തിലുള്ള ഭസ്മ തുളസി, കർപ്പൂര തുളസി, പിന്നെ പലതരത്തിലുള്ള മറ്റേ മല്ലിയുടെ ഇലയുണ്ട്, പിന്നെ സർവസുഗന്ധി ഉണ്ട്. അങ്ങനെ പല ഇലകളാണ്. സ്മെല്ല് ഡിഫറെന്റ് സ്മെൽസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്മെല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറയുന്നത് ഈ കുട്ടികളെ പാർക്കിലൂടെ നടത്തുമ്പോൾ, അതായത് അവർക്ക് കാലിലെ അടിയിൽ നമുക്കറിയാം അക്യുപ്രഷറും ഒക്കെ കൂടുതൽ കൊടുക്കുന്ന സോൾസിലൊക്കെയാണ്. അപ്പൊ കാലിന്റെ അടിയിൽ ആ ഒരു സെൻസറി ഇന്റഗ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെബിൾസ്, അതുപോലെ ചല്ലികള്, ചെറിയ മെറ്റൽസ്, പിന്നെ ഗ്രാസിന്റെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങേ അറ്റത്തിട്ടിരിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇങ്ങേ അറ്റത്തിട്ടിരിക്കുന്നത് പാറക്കല്ലാണ്. അപ്പൊ ഡിഫറെന്റ് ഫീൽ, ഏത് പ്രതലത്തിൽ അവർ നടന്നാലും അവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതിനോടെല്ലാം അവരെ ഇഴകിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അപ്പുറത്തെ സൈഡിലുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സൈലോഫോണിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെ കൈപിടിച്ച് നമ്മൾ ഈ പാത്തിലൂടെ നടത്തുമ്പോൾ അവരറിയാതെ തന്നെ ആ കളിക്കാൻ പോകുന്ന ഒരു ഫീലോട് കൂടി ഇതിൽ ചവിട്ടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരറിയാതെ അവരുടെ സ്കിൻ ഇതിന് എക്സ്പോസ്ഡ് ആവും. അതിനാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഓക്കുപേഷണൽ തെറാപ്പി റൂമാണ്. ഇതിനകത്ത് സ്വിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലൈംബിങ്ങിനുള്ളതുണ്ട്. ഇത് സ്വിംഗ് ആണ് അവരെ അതിനെ പരിചയപ്പെടുത്താൻ. ഇത് സെൻസറി ഇന്റഗ്രേഷൻ റൂമാണ്. അത് സൗണ്ടും ലൈറ്റും ആയിട്ട് അവര് ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉള്ള കുട്ടികളെ ഒന്ന് കാം ഡൗൺ ആക്കാനായിട്ടും, അല്ലെങ്കിൽ ഇമോഷണലി അവര് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് സ്ലോ മ്യൂസിക്കും സൗണ്ടും വെച്ചിട്ട് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഡിഫറെന്റ് മോഡ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അതനുസരിച്ച് സ്ലോ മ്യൂസിക് ഇടുമ്പോൾ അവര് കാം ഡൗൺ ചെയ്യുന്നത്. ഇതൊരു അമ്മ തെറാപ്പിക്ക് ഒരു മോനെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് വിട്ടുപോയി, ഞാനത് സ്പീഡപ്പ് ചെയ്തതാണ്. കാര്യം ഇത് കോർണർ ചെയർ എന്ന് പറയും. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളെ അവിടെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് കോർണറിൽ ഇരുത്തി, അതുപോലെ പ്രഷർ കൊടുക്കാനും അവരുടെ ഒരു സ്പൈനൊക്കെ ഇറക്റ്റ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അവരെ ഇരുത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? അതെ, വളരെ ശ്രദ്ധേയമായ ഒരു പ്രസന്റേഷൻ ആണ്. ഓട്ടിസത്തെ കുറിച്ച് ധാരാളം ക്ലാസ്സുകളെല്ലാവരും കേട്ടിട്ടുണ്ട്, പലരും കേട്ട് ബോറടിക്കുന്നുണ്ട്. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കാണുന്നവരും നമ്മൾ 60ഓളം പേരുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും എന്റർപ്രണർഷിപ്പ് കപ്പാസിറ്റി ഉള്ളവരാണ്. ക്ലിനിക്കുകൾ അത് ഇത് എന്താ പറയാ വിജയകരമായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യത്തെ ചോദ്യം നമ്മുടെ ലതാ മനോഹർ ഡോക്ടറാണ്. ഡോക്ടർ സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. പറഞ്ഞോളൂ മാഡം. നമുക്ക് ഈ തെറാപ്പി നമ്മൾ കൊടുക്കുന്നത് എത്ര വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് തുടങ്ങി എത്ര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് കണ്ടിരിക്കുന്നത്? മാഡം, ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞങ്ങൾ ഇവിടെ ഈ ഒരു വിദ്യാരാജ ന്യൂറോ ഡെവലപ്മെന്റൽ സെന്റർ എന്നും പറഞ്ഞ ന്യൂറോ ഡെവലപ്മെന്റൽ സെന്റർ തുടങ്ങിയതിന്റെ ഉദ്ദേശം തന്നെ കാര്യം എല്ലായിടത്തും നമ്മൾ നോക്കിയ ഏർലി ഇന്റർവെൻഷൻ ആണ്. കാര്യം
ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കേ ഉള്ളൂ തെറാപ്പി. മാക്സിമം പോയാൽ ഒരു 10 അല്ലെങ്കിൽ 12. അതിനപ്പുറത്തോട്ട് കുട്ടികൾക്ക് ഒരു തെറാപ്പി ആവൂല. ആ ലെവലിലേക്ക് കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആൾക്കാർ ഇവർ ഓട്ടിസം ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവരെ അങ്ങ് എഴുതി തള്ളുകയാണ്. എന്ന് വെച്ചാൽ അവരെ അങ്ങ് വീട്ടിൽ പറഞ്ഞു വിടുകയാണ്. ഒരു സ്കൂളില്ല, തെറാപ്പി ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമായിരുന്നു, ഇവിടെ നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റിൽ വരുന്ന ഒരാൾ പോലും തെറാപ്പി ഇല്ലാതെ പോകരുതെന്ന്. പക്ഷെ ഇത് സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാഡം ഇപ്പൊ ആ ഒരു സെൻസറി റൂമിൽ ഇരിക്കുന്ന മോനെ നോക്കിയാൽ അവനിപ്പോ 20 വയസ്സായി. അവൻ നല്ല കൂളായിട്ട് ഇരിക്കുകയാണ്. അവൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മൾ 5 വയസ്സുള്ള ആളെ അവിടെ കൊണ്ടിരുത്തുമ്പോഴും അവനും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവർ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു സെൻസറി സ്റ്റിമുലേഷൻ എല്ലാ ഏജിലും ആവശ്യമുണ്ട്. അതിനകത്തൊരു പ്രത്യേക ഏജ് എന്നൊന്നും ഇല്ല മാഡം. അപ്പൊ എല്ലാവർക്കും നമുക്കത് കൊടുക്കാൻ, നമ്മുടെ മെഡിസിൻ, ഹോമിയോപ്പതി മെഡിസിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഏജ് വെച്ച് ബാർ വെച്ച് നിർത്താൻ അല്ല, നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റും. ആ മരുന്നിനോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് തെറാപ്പിയും കൊടുക്കുമ്പോൾ പാരന്റ്സിന് ഒത്തിരി സന്തോഷമാണ്. നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും വേണ്ട, അതിന് ഏജ് ബാർ ഒന്നും ഇല്ല. വളരെ നന്ദി, സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റോളും കൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഡോക്ടറെ ഹരിഹരൻ സാറിനെ വിളിക്കാം. ഹരിഹരൻ സാറെ സംസാരിക്കാമോ? സാർ തീർച്ചയായിട്ടും വളരെ ഇംപ്രസ്ഡ് ആയിരിക്കും. സാറെ സംസാരിക്കാമോ? ഞാൻ സംസാരിക്കാം. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല, കാര്യം ഞാൻ കുറെ തിരക്കിലാണ്. പക്ഷെ ഐ എം വെരി ഹൈലി ഇൻട്രസ്റ്റഡ് ഈ ടോപ്പിക്കിൽ. എനിക്ക് കേട്ടിടത്തോളം എനിക്ക് നന്നായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഇതൊരു ട്രൂ പാത്താണ് കേട്ടോ, ഇതൊരു ട്രൂ പാത്ത് വേ ആണ്. പക്ഷേ ഇത് ഇവർക്ക് മാത്രമല്ല, നമ്മുടെ ഈ എല്ലാ വ്യക്തികൾക്കും ഉണ്ട് ഇത്. ഇപ്പം ഇപ്പൊ എല്ലാ വ്യക്തികളിലും ഇതുണ്ട്. ഇപ്പൊ നമുക്ക് അസാരം യൂറോപ്യം നമ്മുടെ ഒരു മരുന്നല്ലേ, അവർക്ക് ഈ ക്രാക്കിംഗ് ഓഫ് പേപ്പേഴ്സ് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണത്. അവരുടെ അത് വെച്ചോണ്ട് മാത്രം നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് എടുക്കേണ്ടത് ഈ പഞ്ചേന്ദ്രിയങ്ങളെയാണ് ഇത് എടുക്കേണ്ടത്. 5 സെൻസസ്. ഈ 5 സെൻസസ് എടുത്തിട്ട് ഈ സെൻസസിനെയൊക്കെ ഇതിനോട് ഈ ഹൈപ്പർ റിയാക്ഷൻ കാണിക്കുന്നവരുടെ പ്രത്യേക മെഡിസിൻ കണ്ടുപിടിക്കണം. പ്രത്യേക മെഡിസിൻ കണ്ടുപിടിച്ച് നമ്മൾ കേസ് എടുക്കുമ്പോഴത്തേക്ക് അത് ഉൾപ്പെടുത്തി ഇപ്പൊ നമ്മള് അത് മാത്രം അങ്ങനെയുള്ള ഇതൊരു റെയർ പിക്യുലർ അൺകോമൺ സിംറ്റമായിട്ട് എടുക്കണം. ഞാൻ ചുരുക്കത്തിൽ എത്ര പറയുന്നത് സാർ. അവിടെ ഒരു തിരുത്തുണ്ട് സാർ. ഇത്രയും നാള് നോക്കുമ്പോ നമുക്ക് അങ്ങനെ ഇതില് എടുക്കുമ്പോ പ്രശ്നം പറ്റുന്നത്, കാര്യം നമ്മളിപ്പോ അത് എക്സ്ക്ലൂഡ് ചെയ്യാണ് വേണ്ടത് സാർ. ഇവിടെ ഈ ഒരു കേസില് നമുക്ക് ഇത്രയും മെഡിസിൻസ് വരുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കേസസിനകത്ത് ഇത് ഓട്ടിസത്തിന് ഓട്ടിസം ആണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ അല്ലാത്ത കേസുകളിൽ സാറ് പറഞ്ഞ പോലെ നമുക്ക് അത് എടുക്കാം. പക്ഷെ ഓട്ടിസം അല്ലാത്ത ക്രോണിക് കേസിന് നമുക്ക് എടുക്കാം. പക്ഷെ ഓട്ടിസത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മളിത് കോമൺ ആയിട്ട് വരും. ഞാൻ ഓട്ടിസത്തിന്റെ അല്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞത് കേസ് എടുക്കുമ്പോ അവരുടെയൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. നമ്മൾ കേസ് എടുക്കുമ്പോ ഏത് കേസ് എടുക്കുമ്പോഴും ചോദിക്കും നിങ്ങൾക്ക് ഈ സ്ട്രോങ് സ്മെല്ലിംഗ് തിങ്സിനോട് എങ്ങനെയാണ്. അപ്പൊ അവര് സെൻസിറ്റീവ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിന് നമുക്ക് പ്രത്യേക മെഡിസിൻ ഉണ്ട്. അതുപോലെ തന്നെ അത് സ്ട്രോങ് സ്മെല്ലിങ്ങിനോട്, അത് പ്രത്യേകിച്ച് ഈ കെറസിൻ പോലുള്ള സംഗതികളുടെ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം നമുക്ക് മെഡിസിൻ ഉണ്ട്. അങ്ങനെ എല്ലാത്തിലും. അതുപോലെ തന്നെ കണ്ണിൽ തന്നെ ഈ കൂടുതൽ വെട്ടം ഉള്ള സ്ഥലത്ത് ആ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാഴ്ചക്ക് ആ സെൻസിറ്റിവിറ്റി വന്നാൽ അതിന് നമുക്ക് പ്രത്യേകം മെഡിസിൻ ഉണ്ട്. കേൾവി, ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്ത് മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ ഈ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് വെക്കുമ്പോൾ ഞാൻ അസ്വസ്ഥനാവും. അത് ഞാൻ സെൻസിറ്റീവ് ആണ്, അതുകൊണ്ടാണ്. അതേസമയം എൻ്റെ കുറെ അപ്പുറത്തോട്ട് മാറിയുള്ള ആള് പറയുന്നത് ഇത്ര ശബ്ദം പോരാന്നാ പറയുന്നത്, ഇനി ശബ്ദം കൂട്ടണമെന്നാ പറയുന്നത്. അമ്പലത്തില് ശബ്ദം കൂട്ടി വെക്കണമെന്നാണ് അയാളുടെ അഭിപ്രായം. ശബ്ദം കുറച്ച് വെക്കണമെന്ന് ഞാൻ പറയുമ്പോൾ അയാൾ പറയുന്നത് കൂട്ടി വെക്കണമെന്നാ പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇതെല്ലാം നമ്മള് പഞ്ചേന്ദ്രിയങ്ങളിൽ മുഴുവനുണ്ട്. ദേഹത്ത് തൊടാൻ ചില ആൾക്കാർ സമ്മതിക്കാറേ ഇല്ല ദേഹത്ത് തൊടാനായിട്ട്. അത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓഫ് ദി സ്കിൻ ആണ് കാണിക്കുന്നത്. ഞാൻ ഓട്ടിസത്തിന്റെ കാര്യത്തിലല്ല. ഞാൻ കേസ് എടുക്കുമ്പോ ഈ പഞ്ചേന്ദ്രിയങ്ങളിലുള്ള 5 സെൻസസിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലൂ ആണ്. അതുപോലെ തന്നെ അത് വേറെ ഉണ്ട്. ഇഷ്ടപ്പെടുന്ന മണം, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന സ്മെല്ല്,
ഇഷ്ടപ്പെടുന്ന സ്മെല്ലുണ്ട്. അതും ഒരു പോയിന്റാണ്. ഇഷ്ടപ്പെടുന്ന സ്മെല്ല് അതുകൊണ്ട്. അതുപോലെ ഞാൻ ഒത്തിരി പറയുന്നില്ല, വേറെ ഡോക്ടർമാർ സംസാരിക്കാനുണ്ടാവും. ഇത് ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. നമുക്ക് കേസ് എടുക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. ഇതൊരു ഇത് നല്ലൊരു പാത്വേ ആണ്. പിന്നെ ഈ ഓട്ടിസം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ADHD ഒക്കെയുള്ള കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനകരമാണ്. ഞാൻ ADHD ചികിത്സിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഇതിപ്പം ഡോക്ടറുടെ ഈ ക്ലാസ് കൊണ്ട് ഒരു ക്ലൂ പിടികിട്ടി. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തായാലും പതിവ് പോലെ സാറ് വളരെ Screen- സമഗ്രമായി അതിനെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്തു. ഹരിഹരൻ സാറിന്റെ പ്രത്യേകത തന്നെ അത് തന്നെയാണ്. ഓരോ വിഷയം അതുപോലെ തന്നെ ശ്രീധരൻ സാറിപ്പോ കുറച്ച് ദിവസം ഇല്ല, വളരെ നഷ്ടമാണ്. കാരണം ഇവരെല്ലാം തന്നെ പഴയ തലമുറയിൽപ്പെട്ട പ്രഗത്ഭരായ വ്യക്തികളാണ്. വളരെയധികം ആഴത്തിൽ പഠിക്കുകയും ഈ പ്രായത്തിലും ഓരോ ദിവസവും മെറ്റീരിയൽ പഠിക്കുകയും അനുഷ്ഠാനം പോലെ റെഫറിങ് ചെയ്യുന്നവരാണ്. അപ്പൊ സാറ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ബിന്ദു ഡോക്ടർ വേറെ കാര്യം, ടൈലറിംഗ് ദ കേസ് ശരിക്കും നമ്മൾ ചെയ്ത് തന്നെയാണ്. ജീനിയസ് ഓഫ് ഹോമിയോപ്പതി, ഇൻഡിവിജ്വലൈസേഷൻ, അത് തന്നെ അതിന് പുതിയൊരു വാക്ക് കിട്ടുമെന്നേ ഉള്ളൂ. ഓരോ സിനിമയില് നമ്മുടെ ജഗതി ശ്രീകുമാർ കഥാപാത്രം പറയും, എന്നെ ബ്രോക്കർ എന്ന് വിളിക്കേണ്ട, മാരേജ് അസംബ്ലർ എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ് ടൈലറിംഗ് ദ കേസ്. നമുക്ക് വേറെ പറയാൻ, കാരണം ഇതിനകത്ത് ആ ഒരു ഇതുണ്ടല്ലോ, ഈ ഇൻഡിവിജ്വലൈസേഷൻ നമ്മുടെ ഈ ഡയറ്റ് ആൻഡ് റെജിമെന്റിലുണ്ടല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ പൾസാറ്റയുടെ നേച്ചർ അല്ല നേട്ടർ മൂറിന്, എപ്പിസൻ നേച്ചർ ഡിഫറെന്റ് ആണ്. അപ്പൊ അക്കോർഡിംഗ് ടു പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ് ഹിപ്പോക്രട്ടസ് പറഞ്ഞത് അവര് തലവെലുക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കുന്ന നമ്മളാണ്. എക്സാക്ട്ലി ആ ഈ പറഞ്ഞ ഡയറ്റ് ആൻഡ് റെജിമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടൈലറിംഗ് ടു ദ സബ്ജക്ട് ഇസ് ടോട്ടലി ഡൺ ബൈ ഹോമിയോപ്പതി. അതുപോലെ ഡോക്ടർ ചെയ്യുന്ന റോള്, ആർക്കെങ്കിലും ദയവായി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ തീർച്ചയായിട്ടും പറയണം, സമയമുണ്ട്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ചെറുപ്പക്കാരെ ഡോക്ടർ ചേർക്കുന്ന എഫേർട്ടിനെ നിങ്ങൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു വാക്കെങ്കിലും പറയാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഡോക്ടർ എം എസ് വല്യത്താൻ, ഒരു കാലത്ത് നമുക്കറിയാം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന്റെ ഡെവലപ്മെന്റ് ഡോക്ടർ KN പൈയുടെയും അതുപോലെ തന്നെ അന്നത്തെ അച്യുതാനന്ദൻ ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി ശരിക്കും വ്യക്തിപരമായ ഒരു എഫേർട്ട് എടുക്കുകയാണ് അതിന് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ നമ്മുടെ ബിന്ദു ഡോക്ടർ വിദ്യാരാജ ന്യൂറോ ഡെവലപ്മെന്റ് സെന്ററും ഒരു വലിയ സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ലത ഡോക്ടർ സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യൂ. സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ. ഞാൻ ചെയ്തോളാം. ഓക്കെ, ലത ഡോക്ടറെ സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യൂ ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്യൂ. എനിക്ക് പറയാനുള്ള അഭിപ്രായമാണ് ഡോക്ടർ എഫർട്ടില് ഇത്രയും നല്ല ഒരു കാര്യം, ഒരു വലിയ നമുക്ക് ലോട്ടറി അടിച്ച പോലെയാ ഹോമിയോപ്പതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാര്യം ഓരോ കേസുകളും വരുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ആ കുടുംബത്തിനെയൊക്കെ അവർ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒത്തിരി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ കുട്ടിയെ എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ഹാപ്പി ആക്കുന്നതെന്നൊക്കെ. കുട്ടിയുടെ ആ സ്വയമേ കുട്ടിക്ക് ചിലപ്പോൾ പലതും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ 5 സെൻസ്, നമുക്ക് കാണുന്നതിലുള്ള കോംപ്ലിക്കേഷൻ, പിന്നെ കേൾക്കുന്നതില്, പിന്നെ രുചിക്കുന്നതില്, മണക്കുന്നതില്. ചില കുട്ടികൾ ഈ കുട്ടികള് എത്ര കഴിച്ചാലും മതിയാകുന്നില്ല, വയറ് നിറയുന്ന അറിയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കുട്ടികളുണ്ട്. അപ്പൊ അത് ടേസ്റ്റുമായിട്ടും അതിന് ബന്ധം ഉണ്ടാവണം. അപ്പം ഈ 5 സെൻസ് വഴി ഡോക്ടർ ഇങ്ങനെ ഒരു വളരെ നല്ല അഡ്വാൻസ്ഡ് എന്ന് തന്നെ പറയാം, ഹോമിയോപ്പതിക്ക് ഒരു വലിയ ഒരു അസറ്റാണ് ഡോക്ടർ. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ എല്ലാവർക്കും ഈ സെൻസ്. ഇപ്പം ഹരിഹരൻ ഡോക്ടർ പറഞ്ഞതുപോലെ, ഡോക്ടർ പറഞ്ഞല്ലോ ഏജും ഇതിനില്ല, ഏത് ഏജിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ നമുക്കൊക്കെ തന്നെയാണ്, എനിക്കാണെങ്കിൽ കണ്ണിൽ അധികം ഈ വെട്ടമടിക്കുന്നത് ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ ശരിക്കും എപ്പോഴും വളരെ കുറഞ്ഞ ലൈറ്റിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് ആണ് ഈ ലൈറ്റിനോട്. അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഒരു സിസ്റ്റം പോലെ ഡോക്ടർ അത് ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. വളരെ സന്തോഷവും നന്ദിയും നമസ്കാരവും പറയുന്നു. ഓക്കെ ഡോക്ടറെ, താങ്ക് യു ഡോക്ടറെ. അതെ, സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണ് വണങ്ങണമെന്നാണ്. നമ്മൾ തീർച്ചയായിട്ടും വണങ്ങേണ്ട വ്യക്തി തന്നെയാണ്. കാരണം എഫോർട്ട് അത്ര വലുതാണ്, ലിമിറ്റഡ് ആയ റിസോഴ്സ് ആണ്. നമുക്കറിയാം നമ്മുടെയൊക്കെ ഓരോ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്.
അപ്പൊ അത് വെച്ചുകൊണ്ട് ഇത്രയും ചെയ്യുന്നുള്ളതാണ് വലിയ കാര്യമാണ്. നമുക്ക് വിദ്യാരാജയുടെ ഒരു ബഹുമാന അലൂമിനി പഴയ ആളായ ഡോക്ടർ രമാദേവി ഡോക്ടർ ക്ഷണിക്കുന്നു. ഡോക്ടറെ, ഡോക്ടർ ആ പിൻഗാമി കേക്കാമോ ഓക്കെ. കേക്കാമോ ആ മനോജ്? ആ പിന്നെ അതെ, കേൾക്കാം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അത് നൊസ്റ്റാൾജിക് ഫീലിംഗ് കൂടെ തോന്നുന്നു. അതായത് നമ്മുടെ വിദ്യാധിരാജയിലെ ഒരു എന്താ പറയണ ഒരു മുത്ത്. എന്തായാലും ആ ഒരു സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേരെയാണ്. ബിന്ദു, വെരി ഗുഡ്, താങ്ക് യു. കീപ് ഇറ്റ് അപ്പ്. ഞങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവും. പറ്റുമെങ്കിൽ ഒരു ദിവസം വരണം മാഡം, നിങ്ങള് വിസിറ്റ് ചെയ്യണം എന്നുണ്ട് എനിക്ക്. എനിക്കുണ്ട് ആഗ്രഹം. ഒരു ദിവസം ഞാൻ പഠിച്ച കോളേജിലൊന്ന് വരണമെന്നുണ്ട്. ഞാൻ വരട്ടെ ഒന്നും. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ. ഓക്കെ. അതെ, തിരുമുറ്റത്തെത്തുവാൻ മോഹം കാണും, അവിടെ നെല്ലിമരം ഉണ്ടാന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഭാഗ്യലക്ഷ്മി ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ ഭാഗ്യലക്ഷ്മി സംസാരിക്കാം ഡോക്ടറെ. ആ ബിന്ദു, ഞങ്ങൾക്ക് നല്ല പരിചയമുള്ളവരാണ്. ഇപ്പം എന്തായാലും ബിന്ദുവിന്റെ ഈ വലിയ ഉദ്യമത്തിന് എത്ര എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. അത്രയും നല്ല ഒരു ഇതാണ്. ഒരു ദിവസം വരുന്നുണ്ട്, എല്ലാം കാണണം. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം മതി മാഡം, വേറെ ഒന്നും വേണ്ട. വന്ന് കാണണം, വേണ്ട സപ്പോർട്ടും ഗൈഡൻസും തരണം മാഡം. ആ അതിനകത്ത് അല്ല, ഇപ്പൊ ബിന്ദുവിന്റെ ഗൈഡൻസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത് ഇതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഇത്രയൊന്നും ആഴത്തിൽ പോയിട്ടില്ല. പിന്നെ കേസസ് വന്നാൽ നമുക്ക് പറ്റാത്താണെങ്കിൽ അങ്ങോട്ട് വിടുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നല്ല നല്ല കേസുകൾ വിടുമ്പോൾ നമ്മുടെ കോളേജിനെ പറ്റി പറഞ്ഞ് ഞാൻ അവരെ പേഷ്യൻസിനെ വിടാം. അവര് പോയി ഇതെല്ലാം കണ്ടു പഠിക്കട്ടെ. നല്ലൊരു ഉദ്യമം ഈ പറഞ്ഞ ആണ് മാഡം. എന്നെ സംബന്ധിച്ചുള്ള നിങ്ങളെ പോലുള്ളവര് വാക്കുകൾ തന്നെ എനിക്കൊരു പ്രചോദനമാണ് മാഡം. അപ്പൊ അതിന് ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് സാധിക്കാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അതിന് നിർത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും പിന്നെ ബിന്ദുവിന്റെ ഈ ഉദ്യമം നല്ലപോലെ നമ്മുടെ ഹോമിയോപ്പതിക്ക് എത്രമാത്രം ഉയർന്നു വരാൻ ഒക്കും എന്നുള്ളതിന്റെ ഒരു ചവിട്ടുപടിയായിട്ട് തന്നെ ഇതിനെ കണ്ടിട്ട് നമുക്ക് എത്രമാത്രം ഇനിയും സന്ദർഭങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒക്കെ ഞാനൊരു ദിവസം വരാം, അങ്ങോട്ട് വന്ന് ഇതൊക്കെ ഒന്ന് കാണാം. ഈ വർക്കിംഗ് ഡേയ്സിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാ. എന്തായാലും വരുന്നുണ്ട്, ഇത് കാണണമെന്നും അതൊക്കെ നേരിട്ട് കണ്ട്. ഞാൻ അന്ന് പേപ്പറിലൊക്കെ ഇത് കണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഒന്ന് വന്ന് കാണണമെന്ന്. എന്തായാലും ഒരു ദിവസം വരുന്നുണ്ട്. ഓക്കെ, എല്ലാ ഭാവങ്ങളും ബിന്ദുവിനെ. തീർച്ചയായിട്ടും വളരെ സന്തോഷം. അപ്പൊ ഈ പറഞ്ഞാണെങ്കിലും അവിടെ ഈ അയലിൻ പഞ്ചാഗ്നി നടുവിൽ പഞ്ചേന്ദ്രിയങ്ങളും പുകയുന്ന അവസ്ഥയിലിരിക്കുകയാണ്. കാരണം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്നുണ്ട്. മുതിർന്നവർക്ക് തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇനി ജയചന്ദ്രൻ ഡോക്ടറെ, നമ്മുടെ വിദ്യാരാജയുടെ ഒരു പഴയ കാരണവരാണ്. ജയചന്ദ്രൻ ഡോക്ടറെ, ഇതെല്ലാം കേട്ടോ? ഓ, കേൾക്കുന്നുണ്ട്. എനിക്ക് ഈ ക്ലാസിന്റെ ആദ്യത്തെ ഭാഗം കേൾക്കാൻ പറ്റിയില്ല. എനിക്ക് വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നോണ്ട് കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ കുറച്ച് സമയമായുള്ള കയറിയിട്ട്. എന്നാലും നമ്മൾ പഠിച്ച കോളേജിൽ പണ്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 1-2 കെട്ടിടങ്ങളും അധ്യാപകരും മാത്രമാണ്. നമ്മളെ സ്വന്തം കഴിവുകൊണ്ടാണ് നമ്മൾ ഈ പ്രാക്ടീസിലൊക്കെ ഈ നിലയിലെത്തിയത്. പക്ഷെ നമ്മൾ പഠിച്ച കോളേജ് ഇത്രത്തോളം അങ്ങേറ്റം വികസിച്ചു എത്തിച്ച ഡോക്ടർമാരും, എസ്പെഷ്യലി നമ്മളെ ബിന്ദു ഡോക്ടർ, ആ കോളേജ് മാനേജ്മെന്റിനും എനിക്ക് ബിന്ദു ഡോക്ടറോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബിന്ദു ഡോക്ടർ നേരത്തെ പറഞ്ഞു ചൈൽഡ്ഹുഡ് മുതൽ ഏകദേശം ഒരു 10 വയസ്സ് വരെയൊക്കെ എന്റെ മാനേജ്മെന്റ് പറ്റുള്ളൂ എന്ന് പറയുന്നത്. 10 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ അവരെ കൈവിടാമോ? പിന്നെ നമുക്ക് വീണ്ടും, കാരണം ഞാൻ ചോദിച്ച കാര്യം, എൻ്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് ഇപ്പോൾ ഏകദേശം 15-16 വയസ്സായി. ഞാൻ അവൻ്റെ അമ്മാമ്മയെ നോക്കാനായിട്ട് ആ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവൻ എൻ്റെ മടി കയറിയിരിക്കും. എൻ്റെ പോക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ദൂരെ എറിയുക. പിന്നെ അവൻ ആഹാരം എത്ര കഴിച്ചാലും മതിയാകത്തില്ല. പിന്നെ അവൻ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിൽ പോയിട്ട് അതേ വേഷത്തിൽ തന്നെ ഇറങ്ങി നമ്മുടെയൊക്കെ അടുത്ത് വരും. പിന്നെ അവൻ്റെ അമ്മ കഷ്ടപ്പെടുകയാണ്. അപ്പൊ നമുക്ക് ഈ ഏജ് മാറിക്കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റും സർ. അതിനകത്ത് ഞാൻ കാണിച്ചിരുന്നു ഒരു സെൻസറി ഇന്റഗ്രേഷനിൽ ഇരിക്കുന്ന മോന് ഇപ്പൊ 19 വയസ്സ് 20 വയസ്സോളം ഉണ്ട്. അവനെ നല്ല രീതിയിൽ, അവന്റെ അമ്മ ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാഫും ഒക്കെയാണ്.
പുള്ളിക്കാരി ഉം. നല്ല ബുദ്ധിമുട്ടിയിരുന്ന. ഇപ്പൊ അവനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ നല്ല രീതിയിൽ അവൻ പറയുന്നുണ്ട്, ആവശ്യങ്ങൾ പറയുന്നുണ്ട്, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും സാർ. ഏജ് ഒന്നും നമ്മളെ ഈശ്വരാധീനം കൊണ്ട് ഇത്രയും നല്ലൊരു സിസ്റ്റത്തിൽ നമ്മള് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മളത് ബ്ലസ്ഡ് ആണ്. നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സാർ. ഇത്തിരി അഹങ്കാരത്തോടു കൂടി തന്നെ പറയാണ്, അത് ഹോമിയോപ്പതിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത് എല്ലാ ഏജിലുള്ളവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും സാർ. എന്നാൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ ഞാൻ മാഡത്തിൻ്റെ അടുത്തോട്ട് വിട്ടാക്കാം. എന്തായാലും എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. എൻ്റെ അഭിനന്ദനം ആ കോളേജിലെ എല്ലാവരെയും അറിയിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഓക്കെ. ഡോക്ടർ വിൻ. അപ്പൊ ഇതിനകത്ത് വേറെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ മെഡിക്കൽ ടൂറിസത്തെ കുറിച്ച് വളരെയധികം പറയുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഇതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അതിന് പറ്റിയൊരു കോട്ടേജുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പുറത്തുനിന്നുള്ള വിദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പോലും നമ്മുടെ നാട്ടിലേക്ക് പറന്നു വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? കുറച്ച് അല്ല കഷായം മനോജ് കുടിക്കാൻ മനോജ് തീരുമാനമൊക്കെ ഡോക്ടർ, ഉണ്ട്. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മുടെ സെന്ററിൽ ഞങ്ങള് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇതിപ്പോ ഒരു CSR ഫണ്ടിൽ തുടങ്ങിയതാണ് ഇന്റഗ്രേഷൻ സെന്റർ. പാർക്ക് ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും പറഞ്ഞാല് പ്രിൻസിപ്പൽ ഡോക്ടർ ശാലിനിയുടെയും എന്റെ സ്റ്റുഡൻസിന്റെയും കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് പാർക്ക് ഫുള്ളി ചെയ്തത്. ഇതിനകത്ത് ഈ നമ്മള് റണ്ണിങ് കോസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഓക്കുപേഷൻ തെറാപ്പിസ്റ്റ് ഞങ്ങൾ വെച്ചിട്ടില്ല. ഓക്കുപേഷൻ തെറാപ്പിസ്റ്റ് പഠിച്ചിറങ്ങിയ ആൾക്ക് 50,000 രൂപയാണ് സാലറി. അപ്പൊ നമ്മൾ മന്ത്ലി 50,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളെ CSR ഫണ്ടിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു SGF എന്ന് പറഞ്ഞ സാറ്റേൺ ഗ്ലോബൽ ഫൗണ്ടേഷൻ ആണ്. അവരാണ് ഫണ്ടിങ് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ചെയ്യുന്നത് നമ്മള് തെറാപ്പി ശരിക്കും പറഞ്ഞാല് ഇവര് പുറത്തു പോയി ചെയ്യണമെങ്കിൽ, സാറിന് ഇപ്പൊ റിലേറ്റീവ് ഉള്ളതുകൊണ്ട് അറിയായിരിക്കും, ഒരു സ്പീച്ച് തെറാപ്പിയോ അല്ലെങ്കിൽ ഓക്കുപേഷൻ തെറാപ്പിയോ സെഷന് 400 രൂപ, 500 രൂപ, 700 രൂപ വരെ സെഷൻ ആവുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ഒരു 4 സെഷനെങ്കിലും കുട്ടിക്ക് കൊടുക്കാതെ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ തെറാപ്പി 200 രൂപയാണ്. കാര്യം എന്റെ ഒരു വാശിയാണ്, അതിൽ കൂട്ടില്ല എന്നുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല. ഒരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും കുഞ്ഞുങ്ങളെല്ലാരും ഒരുപോലെയാണ്. അവർക്ക് എല്ലാവർക്കും തെറാപ്പി വേണം. അപ്പം കാശുള്ളവർക്ക് മാത്രം പറ്റുന്ന രീതിയിലല്ല, അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള ഒരു രീതിയിലും ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഏജ് ഇവിടെ കിട്ടണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത്രയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു മാസം ഏകദേശം 4,000 രൂപ വരെ ഇപ്പൊ ഉള്ള ഒരു ലെവലിൽ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഉള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആൾക്ക് 25,000 ആണ് സാലറി. അപ്പൊ ബാക്കി വരുന്ന ഡെഫിഷ്യൻസി 21,000 ഇപ്പൊ നമുക്ക് ഫണ്ട് ചെയ്യുന്ന MNC ഈ ഒരു സാറ്റേൺ ഗ്ലോബൽ ഫൗണ്ടേഷൻ ആണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. ഒരു 2 വർഷത്തേക്ക് അവരുടെ സപ്പോർട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. അവർ 1 വർഷം പറഞ്ഞെങ്കിലും ചിലപ്പോൾ 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷെ അതിന് ഈ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ സാലറി കൊണ്ട് മാത്രം അത് ഇനി എത്ര തെറാപ്പി സെഷൻ കൂടിയാലാണ് ആ കുട്ടിയുടെ സാലറി പോലും ഈക്വൽ ആവണേന്ന് അറിയില്ല. അപ്പൊ നമുക്കൊരു ഓക്കുപേഷൻ തെറാപ്പിസ്റ്റിനെയും കൂടി വെച്ചാൽ മാത്രമേ തെറാപ്പി സെഷൻസും കൂട്ടാൻ പറ്റുള്ളൂ, ഇതിന് എഫക്റ്റീവ് ആയിട്ട് കുറച്ചും കൂടി നന്നായിട്ട് കൊടുക്കാനും പറ്റുള്ളൂ. അത് ഒരു ഫണ്ടിങ്ങിന്റെ ഒരു പ്രശ്നത്തിൽ നമ്മൾ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോ. അപ്പൊ അതിന് ആർക്കെങ്കിലും ഒക്കെ സപ്പോർട്ടിന് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു റണ്ണിങ് കോസ്റ്റിന് ഹെൽപ്പ് കിട്ടിയാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടാകും ഡോക്ടറെ, നോക്കാൻ പ്രതീക്ഷിക്കാം. ലത ഡോക്ടർ എന്ത് പറയുന്നു? എനിക്ക് പറയാനുള്ള, എനിക്ക് ഇതിന് ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരു കാര്യം കൂടെ തോന്നുന്നു. നമ്മൾ ഒരു ഏജിങ് പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്ക് ഈ ചിലർക്ക് സൗണ്ട് വർത്താനം പറയാനായിട്ട് ഡിഫിക്കൽറ്റി വരുന്നു, ചിലർക്ക് കേൾവിക്ക് കുറവ് വരുന്നു. കൂടുതലും കേൾവി കുറവാണ്, പിന്നെ കണ്ണ് കാഴ്ച. അപ്പം ഈ രോഗമൊന്നുമില്ല, കാറ്ററാക്റ്റോ അതുപോലുള്ള രോഗമൊന്നും ഇല്ലാതെ തന്നെ കാഴ്ച പോകുന്നവർക്കും ഒക്കെ ഈ പറഞ്ഞ ഡോക്ടർ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ? ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓക്കുപേഷൻ തെറാപ്പി ഉണ്ടെങ്കിൽ അവർ ഇതിനകത്ത് ട്രെയിൻഡ് ആയിരിക്കും. പിന്നെ ഇപ്പം ഞാനിപ്പോ ന്യൂറോ ആൻഡ് ന്യൂറോ ഡെവലപ്മെന്റൽ എന്ന് പറഞ്ഞാണ് നമ്മുടെ OP വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനകത്ത് വലിയവരും ഇപ്പം കാഴ്ചക്ക് മങ്ങലുകളും ബാലൻസിങ് ഇഷ്യൂ ഉള്ളവരും കുറച്ച് ടിക്സ് ഒക്കെ ഉള്ളവരും ഒക്കെ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അവർക്കൊക്കെ നമ്മുടെ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ തെറാപ്പി സെന്റർ ഇതുവരെ അവർക്കായിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അത് നോക്കണം. പക്ഷെ നമുക്ക് അതിനൊരു സപ്പോർട്ട് എന്തായാലും കുറച്ചും കൂടി ഈ ഏരിയയിലും പ്രാഗൽഭ്യമുള്ള ശരിക്കും ഓക്കുപേഷൻ തെറാപ്പിസ്റ്റ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓക്കുപേഷൻ തെറാപ്പി ഇപ്പം പാസ് ഔട്ട് ആവുന്നവരെല്ലാം അബ്രോഡ് പോവാണ്. നല്ല സ്കോപ്പാണ്, കാര്യം ഇഷ്ടംപോലെ കേസസ് കൂടി വരുന്നുണ്ട്. ഇപ്പൊ തന്നെ പഠിച്ചിറങ്ങി ഇപ്പം നിഷിലും പിന്നെ നിപ്പറിലാണ് തോന്നുന്നു 2 ബാച്ച്
ബാച്ചലർ ഓഫ് ഓക്കുപേഷൻ തെറാപ്പി ഇറങ്ങുകയാണ്. അവരിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ ഗവൺമെന്റ് പ്രോജക്ട്സിലേക്ക് എടുത്തു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ കിട്ടാനില്ല. ഒരാള് വന്ന ഞങ്ങളുടെ സെന്ററിലേക്ക് ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചു. ആള് തമിഴ്നാട്ടിൽ നിന്ന് വരാൻ തയ്യാറായതാണ്. 7 മണിക്ക് ഓൺലൈൻ ഇന്റർവ്യൂ സെറ്റ് ചെയ്തു. 6:45 എനിക്ക് മെയിൽ അയച്ചു, ഐ ഗോട്ട് അനദർ അസൈൻമെന്റ്, സോറി എന്നും പറഞ്ഞിട്ട്. അതാണ് അവസ്ഥ. അതുമല്ല, ഇത്രയും 50,000 നമ്മള് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് എന്തുമാത്രം കൊടുക്കണം? അവിടെയൊക്കെ കാശിന് കാശ് തന്നെ വേണം മാഡം. എന്നാലും നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. അപ്പൊ ആ ഫണ്ട് വന്നു ചേരുമെന്നാണ് ഇപ്പൊ ഇതുപോലെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഹോമിയോപ്പതിയോട് യോജിച്ച് കൊണ്ട് ഡോക്ടർ ഇതിപ്പോ ചെയ്തപ്പം എന്തായാലും ഫണ്ട് വരും. തീർച്ചയായിട്ടും ഫണ്ട് വരും. ഇത്രയും ഇതിനകത്ത് കേൾക്കുന്ന ഏതാണ്ട് 10-70 പേരോളം അടുത്തുള്ള 49 പേരുണ്ട്. അപ്പൊ അത്രയും പേര് അത് ഇനി സ്പ്രെഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പലരോടും പറഞ്ഞു കഴിയുമ്പോൾ ഇതിനൊരു ഹെൽപ്പ്, ഇതൊരു വളരെ ജെന്യൂൻ ആയിട്ടും വളരെ സിൻസിയർ ആയിട്ടും ഡീപ്പ് സെൻസിൽ നന്നായിട്ട് പെടുത്താവുന്ന ഒരു കാര്യമാണ് ഹോമിയോപ്പതിയുമായിട്ട് ചേരുമ്പോൾ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നിയത്, ഇപ്പൊ ടേസ്റ്റിന്റെ കാര്യത്തിൽ തന്നെ ഇപ്പം നമ്മള് പിന്നെ ഉപ്പ്, സാൾട്ട് ഇഷ്ടമില്ലാത്തവര്, ഇഷ്ടം കൂടുതലുള്ളവര്, സ്വീറ്റ് ഇഷ്ടമുള്ളവര്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ടേസ്റ്റിന്റെ കാര്യത്തിൽ നമ്മുടെ ഈ തെറാപ്പിയായിട്ട് ഡോക്ടർ എങ്ങനെയാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്തത്? ഇപ്പൊ ഇവർക്കെന്ന് പറഞ്ഞാല് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവര് ചില സാധനങ്ങൾ കഴിക്കത്തില്ല. കാര്യം അവർക്ക് ടേസ്റ്റ് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട്. ചില കുട്ടികളെ അമ്മയുടെ മുടി വരെ പിടിച്ച് നക്കും, എന്നുവെച്ചാൽ അത് കൂടുതൽ സെൻസറി കൂടുതലായതുകൊണ്ട്. അപ്പൊ ഇവരെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഓരോ ഇലയും ഇവർക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ട്, കാര്യം ഇതെല്ലാം തുളസിയുടെ ഇനമായത് കൊണ്ട് തന്നെ ഇത് അവർക്ക് വേറെ റിയാക്ഷൻസ് ഉണ്ടാക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവര് പല ടേസ്റ്റ് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈവൻ അത് വായിലിട്ടാലും തുപ്പിയാലും ഇതുമായിട്ട് പരിചയപ്പെടുമല്ലോ എന്നൊക്കെ. അപ്പം ഡിഫറെന്റ് അവര് ഒരെണ്ണത്തിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് പകരം അവരെ ഇതിനെല്ലാത്തിനകത്തും ഒന്ന് പരിചയപ്പെടുത്തി കൊണ്ടുപോകും. സ്ലോലി ഒരു സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെഷനൊക്കെ ആകുമ്പോൾ കുറേശ്ശെ അത് പരിചയപ്പെട്ട് വരിക. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. ശരി, താങ്ക് യു ഡോക്ടർ. അതെ, അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം കാക്കയും വന്നു പനമ്പഴവും വീണു എന്ന് പറഞ്ഞൊക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കാൻ. നമുക്ക് ഷബീൽ ഡോക്ടറിലേക്ക് പോവാം. ഷബീൽ ഡോക്ടറെ സംസാരിക്കാമോ? കേൾക്കാവോ? കേൾക്കാം. അല്ല, നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ അവിടെ വിദ്യാധരാജയിൽ ഉണ്ടായിരുന്നപ്പോ അവിടെ വന്നപ്പോ നമ്മുടെ ട്രസ്റ്റിന്റെ ചെയർമാൻ ഉണ്ടല്ലോ, പുള്ളി കാർഡിയോളജിസ്റ്റ് ആണ്. ഡോക്ടറുടെ പേര് ഞാൻ മറന്നു, ഈ കോസ്മോയിൽ വർക്ക് ചെയ്യുന്ന അജയ്കുമാർ സാറിന് നല്ല ഡോക്ടർ അജയ് സപ്പോർട്ട് കുമാർ. ഉണ്ട് സാർ. പുള്ളി വളരെ സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചതും. പിന്നെ അതുപോലെ അവർക്ക് അലോപ്പതി സെക്ഷനിലുള്ള ഒരുപാട് ഡോക്ടർമാർക്ക് ഇതിന് ഹോമിയോപ്പതിയിൽ നല്ല സ്കോപ്പാണ്. കാരണം എന്റെ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിന്റെ വൈഫ് റെസ്പിറേറ്ററി അലർജിക്ക് എന്റെ ട്രീറ്റ്മെന്റിന് വന്നു. SAT-യിലുള്ള പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആണ്. അപ്പൊ പുള്ളി വന്നപ്പോ മോൻ ഇങ്ങനെ അവിടെ ഹൈപ്പർ ആക്ടിവിറ്റി അവിടെ നിൽക്കുന്നില്ല, അങ്ങനെ ഓടി. അപ്പോഴാണ് അവസാനം പറഞ്ഞു, ഡോക്ടറെ ഞാൻ വണ്ടിയിൽ മോനെ കൊണ്ടിരുത്താന്ന് പറഞ്ഞുകൊണ്ട് ഈ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് മോനെ കൊണ്ട് അങ്ങ് വണ്ടിയിൽ പോയി. അപ്പോഴാണ് വൈഫ് പറയുന്നത്, ഡോക്ടറെ മോൻ ഓട്ടിസം ആണ്, അപ്പം ബോംബെയിലുള്ള ഒരു ഹോമിയോ ഡോക്ടറെ നിങ്ങൾ ഓൺലൈനിൽ മരുന്ന് വരുത്തി കൊടുക്കുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കുറെ കഴിഞ്ഞപ്പോ പുള്ളി പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ നിങ്ങളുടെ മെഡിസിനുമായിട്ട് നമുക്കൊരു ഇന്റഗ്രേഷൻ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് എന്ന് വരെ അവർ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ഇത് പ്രത്യക്ഷത്തിൽ പറയാൻ ഷഹനാസ് അഹമ്മദ് സാറാണ് ശരിക്കും എനിക്ക് കേസസ് ആദ്യമായിട്ട് റെഫർ ചെയ്തത്. ഷഹനാസ് അഹമ്മദ്, ഞാൻ പിന്നെ പേര് പറയണ്ട, ഞാൻ പേര് പറയണ്ടെന്ന് വെച്ചിട്ടാണ് ഒരുപാട് പറയാറുള്ളത്. റെസ്പെക്ട് ചെയ്യുന്നതാണ് സാർ. ശരിക്കും ഞാൻ എവിടെ കിട്ടിയാലും പറയും. കാര്യം അദ്ദേഹം ഒരു മനുഷ്യനാണ് ശരിക്കും, വേറൊന്നും അല്ല പറയാനുള്ളത്. കാര്യം അദ്ദേഹമാണ് ഞാനിത് PG-യുടെ എന്റെ തീസിസ് ഇതായിരുന്ന സമയത്ത് ഒരു കുട്ടി, സാറ് ട്രീറ്റ് ചെയ്തിരുന്ന ഒരു കുഞ്ഞ് ജലദോഷത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് OP-യില്. അപ്പൊ അന്ന് മെഡിസിൻ കൊടുത്തപ്പോ അവന് ഓവറോൾ ഇംപ്രൂവ്മെന്റ് വന്നു എന്ന് വിചാരിച്ചിട്ട് അവരുടെ പാരന്റ്സ് ചെന്ന് സാറിനോട് പറഞ്ഞപ്പോ സാറാണ് എനിക്ക് ആദ്യമായിട്ട് പേഷ്യൻസിനെ റെഫർ ചെയ്തതും. പക്ഷെ ഞാൻ റെസ്പിഡോൺ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റിക്ക് അവർ കൊടുക്കുന്ന മെഡിസിൻ അത് റെസ്ട്രിക്ട് ചെയ്യും. അത് ഞാൻ റെസ്ട്രിക്ട് ചെയ്തപ്പോ സാറിന്റെ മോനെ വരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നതാ. അപ്പം റെസ്ട്രിക്ട് ചെയ്തപ്പോ ഇത് തിരിച്ചു വന്നു, സിംറ്റംസ് തിരിച്ചു വന്നപ്പോ സാറിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സാറ് പറഞ്ഞിട്ടാണ് അത് നിർത്തിയത്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പറ്റുന്നില്ല എന്നും പറഞ്ഞു. പക്ഷെ സാറ് നിർത്തിയതിനോടൊപ്പം കുറച്ച് പേഷ്യൻസ് പോയെങ്കിലും ഈ പോയവരെല്ലാം തന്നെ
കുറെ പേര് ഇത് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി, അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നതോടുകൂടി അവര് സ്പ്രെഡ് ചെയ്തിട്ടാണ് എനിക്ക് ഇപ്പോഴും പേഷ്യൻസ് വരുന്നത്. ഞാൻ ഇപ്പോഴും സാറിന്റെ അടുത്തേക്ക് വിടാറുണ്ട് എന്റെ പേഷ്യൻസിനെ. കാര്യം അല്ല ഡോക്ടറെ, എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ സാറും അവരെ എതിർക്കാറില്ല എന്റെ ട്രീറ്റ്മെന്റിലാണെന്ന് പറയുമ്പോൾ. അല്ല അദ്ദേഹം പുള്ളി വലിയൊരു മനുഷ്യനാ. പുള്ളി ഹോമിയോ എന്റെ അടുത്തും കുറെ പേഷ്യൻസിനെ പുള്ളി റെഫർ ചെയ്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു നിങ്ങൾ ദൂരെ നിന്ന് എന്താണ് വന്നാന്ന്, നെടുവങ്ങാട് നിന്നൊക്കെ എന്റെ അടുത്ത് പേഷ്യന്റ് കേശാവസരത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ഷേനാസ് അഹമ്മദ് ഡോക്ടർ പറഞ്ഞിട്ടാണ് വന്നതെന്ന്. അപ്പൊ പുള്ളി അങ്ങനെ, ഞാൻ പേര് പറയാത്തതാണ്, അപ്പൊ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പുള്ളിയുടെ ഓൺ ബ്രദറാണ് സുൽഫിക്കർ അഹമ്മദ്, അത് പുള്ളിയുടെ വൈഫാണ്. നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ ഷേനാസ് അഹമ്മദ് ഡോക്ടറുടെ വൈഫ് തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടറെ പുള്ളിയുടെ ഓൺ ബ്രദറാണ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ്, പക്ഷേ ഹോമിയോ കഴിച്ചെന്ന് പറഞ്ഞാൽ ആ രോഗിയെ കൊല്ലുമെന്നാണ് പറയുന്നത് പുള്ളി. അതെ, പക്ഷെ അങ്ങനെ അംഗീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സ്കോപ്പുള്ള ഒരു വിഷയമാണിത്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഡോക്ടർക്ക് നമുക്ക് ഉറപ്പ് തരാം. ഓക്കെ. താങ്ക് യു അതെ, സർ. വളരെ വളരെ ഉദാരമനസ്കനായ സമ്പന്നൻ, നഗരമധ്യത്തിൽ നിൽക്കുന്ന പൊതുസ്ഥലത്തേക്കുന്ന ഫലവൃക്ഷം പോലെയാണെന്ന് പറയും. ഷബീർ ഡോക്ടർ ആ ഗണത്തിൽപ്പെട്ട ഒരാളാണ്. നമുക്ക് ഹരിഹരൻ ഡോക്ടറിലേക്ക് പോവാം. ഹരിഹരൻ ഡോക്ടർ സംസാരിക്കാമോ? ഞാൻ ഡോക്ടർക്ക് ഒരു കാര്യം പറയാം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഞാൻ ആ. തിരക്കിലാണെങ്കിലും പറയാം. ഡോക്ടർ ഒരു കാര്യം ചെയ്യണം. ഈ നിഷിന്റെ ആദ്യകാല ഡയറക്ടർ ആയിരുന്ന 2 പേരുണ്ട്. ഒരാള് പവിത്രൻ സാറാണ്. പവിത്രൻ സാറ് ഞാനുമായിട്ട് കോണ്ടാക്ട്സ് ഉണ്ട്. ഇവര് നിഷ് തുടങ്ങിയ കാലം തൊട്ട് എനിക്കറിയാം. എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹം എനിക്ക് പല കേസുകളും ചോദിച്ചു. അദ്ദേഹം ഹോമിയോപ്പതിയുടെ വലിയൊരു വെൽവിഷറാണ്. അദ്ദേഹമായിട്ട് ഡോക്ടർ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. പവിത്രൻ സാർ എന്ന് പറയുന്നത് ഈ നിഷിന്റെ ആദ്യകാല ഡയറക്ടറാണ്. ആദ്യകാല ഡയറക്ടർ ബോർഡിലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. പുള്ളിക്ക് ഇപ്പം ഇതില്ല, അത് പിന്നെ നിഷ് വിട്ടുകൊടുത്തല്ലോ, ഗവൺമെന്റിന് വിട്ടുകൊടുത്തുകൊണ്ട് അവർക്ക് ഇപ്പം വലിയ നിഷിൽ എന്നാലും അവർക്ക് സ്വാധീനമുണ്ട്. അദ്ദേഹമുണ്ട്, പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ട്. അദ്ദേഹം ഇവർ 2 പേരും കൂടെ ചേർന്നാണ് നിഷ് ഇത് ചെയ്തത്. ഹോമിയോപ്പതിയോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആളാണ് പവിത്രൻ സാർ. അദ്ദേഹം പല സംശയങ്ങളും ഹോമിയോപ്പതിയിൽ എന്റെയൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. ഡോക്ടർ ആ പവിത്രൻ സാറിനെ കോണ്ടാക്ട് ചെയ്യണം. ഞാന് ഈ പവിത്രൻ സാറിന്റെ നമ്പര് ഡോക്ടർക്ക് മെസ്സേജ് ചെയ്ത് തരാം. തീർച്ചയായിട്ടും വിളിക്കാം സർ. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ നിഷില് പോയിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ നിഷില് ഇപ്പൊ അവർക്ക് യാതൊരു സ്വാധീനമില്ല. ഇപ്പൊ കേക്കാമോ ഞാൻ പറയുന്നത്? കേക്കാം. ഈ നിഷില് ഇപ്പം എന്റെ ഇളയ മോള് ഇപ്പൊ നിഷില് PG ചെയ്യുന്നുണ്ട്. ഓഡിയോളജിക്ക് PG ചെയ്യുന്നുണ്ട്. അവൾ ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റിലാണ്. അവളിപ്പോ ലീവ് എടുത്ത് PG ചെയ്യുവാണ്. അവൾക്ക് വേറെ ഉണ്ട്, ഫോറൻസിക് ഓഡിയോളജി ഒക്കെ അവൾ പാസ്സായതാണ്. അപ്പോ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ മജീഷ്യൻ ഉണ്ടല്ലോ, എന്താ പേര്, മുതുകാട് സാറുമായിട്ട് ഞാൻ ക്ലോസ് അസോസിയേഷൻ ഉള്ളതാണ്. അവിടുത്തെ എല്ലാ ഉദ്ഘാടനത്തിനും സാറിനെ വിളിച്ച് ഞാൻ പോകാറുള്ളതായിരുന്നു. ഇപ്പൊ തിരക്ക് കാരണം പോകാത്തതാണ്. സാറിന് പേഴ്സണലി നന്നായിട്ട് അറിയാം. എന്റെ അടുത്ത് വരുന്ന കുട്ടികളെ അവിടുത്തെ ഫംഗ്ഷൻസിന് ഞാൻ വിടാറുണ്ട് സാറിനോട്. ഈ ഓക്യുപേഷണൽ തെറപ്പിസ്റ്റിന് ഡോക്ടർ പറഞ്ഞ കണക്ക് ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ട് സർ, ഉണ്ട്. റിയലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് വേണം സർ. അതെ, ക്വാളിഫൈഡ് അല്ലാത്തവരെ നമുക്ക് വെക്കാൻ പറ്റത്തേ ഇല്ല. CCRHന്റെ അല്ല, ഇവരുടെ റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഇല്ലാത്തവരെ വെക്കാനും പറ്റത്തില്ല. രജിസ്ട്രേഷൻ ഇല്ലാത്തവരെ വെക്കാൻ പറ്റത്തില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ഐ നോ ഡീപ്ലി ദ സബ്ജക്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്ര എമൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞ 50,000 ഒന്നും കൊടുക്കണ്ട, അവർക്ക് ഒരു കേസിന് ഇത്ര രൂപ വെച്ച് കൊടുക്കുന്ന രീതിയിൽ കോൺട്രാക്ട് ആയിക്കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരാളെ എനിക്ക് കണ്ടുപിടിച്ച് തന്നാൽ സന്തോഷമായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ് സാറ്, എനിക്ക് എന്തെങ്കിലും വന്ന് കാണിച്ചു കൂട്ടുന്നവരെ എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്
കാര്യം എനിക്ക് എൻ്റെ അടുത്ത് വന്ന 1-2 റെസ്യൂം ഞാൻ എടുത്തില്ല. കാര്യം ഒരു വർഷം ഒരിടത്ത് വർക്ക് ചെയ്തു, പിന്നെ അടുത്ത വർഷം വേറൊരിടത്ത് വർക്ക് ചെയ്തു. അങ്ങനെ പോകുന്നവരാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ സഫർ ചെയ്യണത് എനിക്കിഷ്ടമല്ല. അതിനേക്കാൾ നല്ലത് ഞങ്ങൾ പോയി തെറാപ്പി എടുത്ത്, ഞാനിപ്പോ നിഷിൽ 2 പ്രാവശ്യം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ഞാനും അറ്റൻഡ് ചെയ്തു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഗ്രീഷ്മ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ വന്ന് മാറി പോകുമ്പോ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ആളുമായിട്ട് ഇത്തിരി ഒരു അഡാപ്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് മാറുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റിയലി സെർവ് ചെയ്യാൻ താല്പര്യമുള്ളവരെ നോക്കിയെടുക്കും. ചിലപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും ഇത് നടക്കാത്തത്. കാര്യം അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വന്നു പോകുന്നവര് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റെസ്യൂമിൽ വെക്കാൻ വേണ്ടി വരുന്നവരെ താല്പര്യമില്ല സർ. അപ്പൊ റിയലി പാഷനേറ്റ് ആയിട്ട് എല്ലാ ഏജിലും ഉള്ളവരെ ചെയ്യാൻ താല്പര്യമുള്ളവരെ കിട്ടുകയാണെങ്കിൽ സാറ് പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടെ. കായംകുളത്തുനിന്ന് എൻ്റെ ഒക്കെ വരുന്ന ഒരു ADHD ഉള്ള പയ്യനുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വന്ന് ലാസ്റ്റ് മെഡിസിൻ മേടിച്ചു. അമൃതയിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഒരു ഹോമിയോ ഡോക്ടർ പറഞ്ഞിട്ടാണ് എൻ്റെ ഒക്കെ വന്നത്. സ്റ്റിൽ ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒക്കെ വന്ന ആ തള്ള അമ്മയും അച്ഛനും കൂടെ എൻ്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞു. ഡോക്ടറെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. എൻ്റെ മോൻ ഇപ്പൊ ക്ലാസ്സിൽ ഫസ്റ്റാന്ന് പറഞ്ഞു. റിയലി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. ആ പയ്യൻ ക്ലാസ്സിൽ ഫസ്റ്റാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ADHD പയ്യൻ അവന് 3 വർഷമായി ഇപ്പൊ ഞാൻ അവന് മരുന്ന് കൊടുക്കുന്നു. ആ പയ്യൻ ഇതിന് ആർട്ടിസ്റ്റ്. ഏത് പടം കണ്ടാലും വരയ്ക്കും. അതുപോലെ തന്നെ അവന് സെപ്പറേറ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നു. ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ ഹോമിയോപ്പതി എവിടെ നിൽക്കുന്നു? വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് ജയചന്ദ്രൻ ഡോക്ടറെ പോയിട്ട് അവസാനിപ്പിക്കാം. ജയചന്ദ്രൻ ഡോക്ടറെ സംസാരിക്കാമോ? ഞാന് ഡോക്ടർ നേരത്തെ ഡോക്ടർ ഷഫീഖ് പറഞ്ഞതുപോലെ ഈ അലോപ്പതി ഡോക്ടർമാർ നമ്മൾ വളരെയധികം തെറി പറയുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ ഹോമിയോ മരുന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ പല ഡോക്ടർമാരെ എനിക്കറിയാം. പിന്നെ അതുകൊണ്ട് നമ്മൾ ഒരു ഷെയിം വിശേഷിക്കേണ്ടതില്ല. അവർക്ക് ട്രീറ്റ്മെൻറ്റ് അവരെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അമ്മമ്മമാർക്ക് കഷായവും തൈലമൊക്കെയാണ് കൊടുക്കുന്നത്. ആയുർവേദ ഡോക്ടർമാരെ കുറ്റം പറയുകയും അതുപോട്ടെ. പിന്നെ ഞാനിപ്പോൾ പറയാൻ വന്ന വേറൊരു കാര്യം, ഇപ്പോൾ മനോജ് ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഡോക്ടറുടെ പ്രോജക്റ്റിനെ പറ്റി ഒരു നല്ലൊരു പബ്ലിസിറ്റി ഉണ്ടായാൽ നമുക്ക് വിദേശത്ത് നിന്നുള്ള കുട്ടികളെ പോലും കിട്ടും, വിദേശ ഫണ്ടുകളും കിട്ടും. നമ്മുടെ ഈ പ്രോജക്റ്റ് നല്ലപോലെ നടത്താൻ കഴിയും. അതിനുവേണ്ടി നല്ലൊരു പബ്ലിസിറ്റി കിട്ടത്തക്ക രീതിക്കുള്ള ഒരു പ്രോജക്റ്റിന്റെ വർക്കുകൾ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായും നല്ല നിർദ്ദേശമാണ്. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട് നമ്മുടെ കളിയിക്കവള ഡോക്ടർ PG കുറുപ്പ് ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ഒരു കോഴ്സ് നടത്തുകയായിരുന്നു. അപ്പോൾ അവിടെ നമ്മളൊക്കെ പോയപ്പോഴത്തേക്ക് അവിടെ ഡോക്ടർ ട്രീറ്റ്മെന്റ് വിദേശത്ത് നിന്ന് ഒത്തിരി ആളുകൾ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് എന്നൊക്കെ വെച്ചിട്ട് ഒത്തിരി ആളുകൾ വിദേശത്ത് നിന്ന് വന്ന് അവിടെ ചികിത്സിക്കേണ്ടായി. അതുപോലെ നമുക്ക് ഇവിടെ മാറ്റിയെടുക്കാൻ കഴിയും. ഡോക്ടറെ നമുക്ക് വൈദ്യത്തെ സമയമാകുന്നു. ഡോക്ടറെ നമുക്ക് സമയമാകുന്നു. അപ്പൊ അടുത്ത് നന്ദി പറയാനായിട്ട് ഡോക്ടർ മറിയാമ്മ ജോണിക്ക് നെല്ല് പത്താഴ്ച വയനാട്ടിൽ നിന്ന് വരുമെന്നാണ് ചൊല്ല്. മറിയാമ്മ ഡോക്ടറെ നന്ദി പറയും. നന്ദി പറയാം ഡോക്ടറെ. വളരെ ആത്മാർത്ഥതയോടെയും അർപ്പണ മനോഭാവത്തോടെയും വളരെയധികം താല്പര്യത്തോടെയും ശാരീരികമായും മാനസികമായും വെല്ലുവിളി അനുഭവിക്കുന്നവർക്ക് ഒരു നല്ല മെച്ചപ്പെട്ട ജീവിതം നൽകുന്നതിന് വേണ്ടി ഇത്രയധികം സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നതും ജീവിതം സമർപ്പിച്ചു ഇരിക്കുന്ന ബിന്ദു ഡോക്ടർക്ക് 1000 നന്ദികൾ അർപ്പിക്കുന്നു. അതോട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ തോന്നുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം നല്ലൊരു പ്രതികരണം നമ്മുടെ ഡോക്ടർമാരിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ശരിക്കും അത് ആഗ്രഹിച്ചത് തന്നെയാണ്. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞാകുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.